നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പനിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പനി. പനി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള പനിയും അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ട് പനി വരിക, കൂടെ പനി വരുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. ഇത് ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം എന്നതിലുപരി ഒരു സാമൂഹിക വിഷയം തന്നെ ആയി മാറിയിരിക്കുന്ന ഈ കാലത്ത് പനിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ വിശദമായി പറയാമെന്ന് കരുതി. സാധാരണത്തിൽ വ്യത്യസ്തമായി ഇന്ന് എൻ്റെ റൂമിൽ കുറച്ച് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് റിക്കറൻറ്റ് ഫീവറായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പേഷ്യൻ്റായി വരികയും പിന്നീട് എൻ്റെ സുഹൃത്തായി മാറുകയും ചെയ്യുന്ന ഒരാൾ എനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്. അവർക്ക് അന്ന് കൂടെ പനിക്കുകയും അതുവഴി ശരീരവേദനയും മറ്റും ഉണ്ടായി ഒരുപാട് ചികിത്സിച്ച് ഗുണം കാണാതെയാണ് എൻ്റെ അടുത്ത് വന്നത്. പിന്നീട് രോഗമെല്ലാം പൂർണ്ണമായി മാറി. ഇപ്പോൾ അവർ വേറൊരു പേഷ്യൻ്റ് വരുമ്പോൾ അവരെ കയ്യിൽ കൊടുത്തയച്ചതാണ്. മലയാളിയല്ല പേഷ്യൻ്റ്, അത് കാരണം ഈ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്നാലും എൻ്റെ സന്തോഷത്തിന് വേണ്ടി അത് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് പനി? ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥയാണ് പനി എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ പനി എന്നത് നമ്മുടെ ശരീരത്തിന് അകത്തുള്ള ചൂട് പുറത്തേക്ക് വരുന്നതാണ്. എന്താണ് അകത്തുള്ള ചൂട് പുറത്തേക്ക് വരിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് പറയുന്നത് പാകം ചെയ്യുക എന്ന ഒരു കർമ്മം. അത് പിത്ത എന്ന ഹ്യൂമറിൻ്റെ ഒരു ഫങ്ഷനായിട്ടാണ് പറയുന്നത്, പ്രധാന കർമ്മം. മറ്റുള്ളതും അതിന് പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളിലുണ്ടാവുന്ന പാകം ചെയ്യൽ കർമ്മങ്ങൾ നടക്കാൻ പറ്റാതെ വരികയും അതിൻ്റെ ഫലമായി ഈ പനി പുറത്തേക്ക് കാണുകയും ശരീരമാസകലം ബാധിക്കുകയും ചെയ്യുകയാണ്. അത് ആലങ്കാരികമായിട്ട് പറയുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള തീ പുറത്തേക്ക് വന്ന കാരണം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ദഹിക്കില്ല. ആയുർവേദത്തിൽ മറ്റൊരു സങ്കല്പകഥ കൂടി ഇതിലുണ്ട്. ആ കഥ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നാണ്, ശിവൻ്റെ കോപം കൊണ്ടാണ് പനി വന്നതെന്ന്. ഇതിന് നമ്മൾ മിസ്റ്റീരിയക്കലായിട്ട് മറ്റൊരു നോളേജ് ഉണ്ട്. അത് നമ്മുടെ ഇന്നത്തെ സ്കോപ്പ് അല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ഞാൻ ആ കഥയുടെ ഒരു അംശം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്താണ് ആയുർവേദത്തിൽ പനിക്ക് പറഞ്ഞിട്ടുള്ള ചികിത്സകളെന്നും അത് എന്താണ് എങ്ങനെയൊക്കെയാണെന്നും നോക്കാം. സാധാരണയായി നമ്മൾ പറയുമ്പോൾ വാതപിത്ത കഫങ്ങളെ കൊണ്ടും ഇതിൽ ഓരോന്ന് അല്ലെങ്കിൽ 2 എണ്ണം വീതവും യോജിച്ചിട്ടും 3 വാതം പിത്തവും കഫവും യോജിച്ചിട്ടും പനി ഉണ്ടാവാം. ഈ പനി എന്നത് ആദ്യം വരുന്നത് ചൂട് എന്നുള്ളൊരവസ്ഥയിലാണെങ്കിലും അതിൻ്റെ പൂർവ്വരൂപം ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. മറ്റെല്ലാ രോഗങ്ങളിലും എന്ന പോലെ ഇതിനും പൂർവ്വരൂപം, എല്ലാ രോഗങ്ങളിലും ആയുർവേദത്തിൽ പൂർവ്വരൂപം പറയാറുണ്ട്. അതിൽ പറയുന്നത് നമുക്ക് വായ്ക്ക് രുചിക്കുറവ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയുന്ന ഒന്നാണ്. വായ്ക്ക് രുചിക്കുറവ്, ക്ഷീണം, അലസത, കൂടെ കൊട്ടുവായിടുക, ഇങ്ങനെ തുടങ്ങി ഓരോ തരം പനിക്കും പൂർവ്വരൂപങ്ങളിൽ പല ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഈ പൂർവ്വരൂപങ്ങളിൽ പറയുന്ന ലക്ഷണങ്ങൾ അനുസരിച്ച് വരാൻ പോകുന്ന പനി ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഹിസ്റ്ററി എടുത്തിട്ട് പേഷ്യൻ്റ് പറയുന്ന എന്തൊക്കെയാണെന്ന ലക്ഷണങ്ങളിൽ നിന്നും അത്ര എടുക്കാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാം ഒരുപാട് തരം പനികളുണ്ട്. മോഡേൺ ടൈപ്പിലുള്ള പനികളുടെ ക്ലാസിഫിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാലും ഇൻഫെക്ഷ്യസ് ആയിട്ട് നമ്മൾ ജീവൻ തന്നെ കൊണ്ടുപോകുന്ന പലതരം പനികളുമുണ്ട്. ഇതിനെ പറ്റിയുള്ള ഒരു പരാമർശം ആയുർവേദത്തിൽ വളരെ പണ്ടത്തെ കാലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഏത് തരം അണുക്കളാണെന്ന് യാതൊരു ഐഡിയയും ഉള്ള രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ H1N1 അല്ലെങ്കിൽ കൊറോണ കൊണ്ടുള്ള പനി, അതല്ലെങ്കിൽ ഡെങ്കു ഫീവർ, ഇങ്ങനെ ഏത് വഴി വരുന്നതാണെന്നോ ഏതാണ് ഇതിൻ്റെ അണുക്കളെന്നോ വേർതിരിച്ചിട്ടുള്ള ഒരു പഠനം ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ ലക്ഷണങ്ങൾ പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ 80 തരം പനികൾ ആയുർവേദത്തിൽ കാണുന്നുണ്ട്. ഇതിൽ പലതരത്തിലുള്ള പനികളും, സന്നിപാതജ ജ്വരം എന്ന് പറയുമ്പോൾ ഒരൊറ്റ പനിയല്ല, സന്നിപാതജം എന്ന് പറയുമ്പോൾ എല്ലാതരം ദോഷങ്ങളും കൂടി ചേർന്നിട്ട്, ദോഷം എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ഫങ്ഷനാണ്. എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷനും അടിയറവ് വെച്ചതിന് ശേഷം വരുന്ന പനിയാണ് സന്നിപാത ജ്വരം. ഈ ജ്വരത്തിൽ
അത്തരം ജ്വരങ്ങളിൽ മരണം സംഭവിക്കുന്നതും അതിൻ്റെ ലക്ഷണങ്ങളും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സന്ദർഭവശാൽ പറയുകയാണ്, ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വളരെ കാര്യമായിട്ട് എടുത്തൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഒരു വൈദ്യൻ പൂർണ്ണനായ വൈദ്യനായി മാറുന്നത് ഒരു സന്നിപാത ജ്വരം ചികിത്സിച്ച് മാറ്റുമ്പോഴാണെന്ന് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയ്ക്കേറെ ഇമ്പോർട്ടൻസ് പനിക്കുണ്ട്. ഇനി പനിയുടെ ചികിത്സയിലേക്ക് നോക്കാം. പനിയുടെ ചികിത്സയിൽ ആദ്യമേ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ലംഘനം പാചനം കാലോ യവാകു തിക്തകോ രസ എന്നാണ്. ഷോർട്ടായിട്ട് അങ്ങനെ ഓരോ വേർഡായിട്ട് ഞാൻ പറയാം. ലംഘനം എന്ന് പറഞ്ഞാൽ പനി നമുക്ക് വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ലക്ഷണം വായിക്ക് രുചിക്കുറവായതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം കഴിക്കേണ്ടുന്നത് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം. നാമമാത്ര ഫുഡ് കഴിക്കുകയും പിന്നെ ഏത് തരം പനിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമുക്ക് തുടക്കത്തിൽ ഏത് തരം പനിയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. H1N1 ആണോ, ഇതൊക്കെ നമുക്ക് വളരെ ഒരു ചെറിയ ഒരു ചൂടും ബുദ്ധിമുട്ടും വരുന്ന ഈ പൂർവ്വരൂപത്തിൽ ഏത് തരം പനിയാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ആ സമയത്ത് തുടങ്ങി തന്നെ ശരീരത്തിൽ ഈ വൈറൽ ലോഡ് ഏത് തരം അണുക്കളാണ്, ഏത് തരം ഇൻഫെക്ഷനാണ് വരുന്നത്, ഇതിൻ്റെ ലോഡ് കുറക്കാനുള്ള ശ്രമം നമുക്ക് നടത്താവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ചികിത്സാ തത്വപ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. എന്നുവെച്ചാൽ വെള്ളം കുടിക്കാം, ചൂടുവെള്ളം കുടിക്കാം. ഈ ഒരു അവസ്ഥയിൽ ഇത് ബോഡി ക്ഷീണിക്കാതെ നോക്കുകയും വേണം. ഇത് കഴിഞ്ഞിട്ട് ദഹനം ഇമ്പ്രൂവ് ചെയ്യുന്നതും ഏത് തരം അണുക്കളാണോ ബോഡിയിലുള്ളത് അതിനെ പചിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള എല്ലാ അണുക്കൾക്കും കോമൺ ആയിട്ടുള്ള ചില ചികിത്സകളാണ് പറയുന്നത്. ഇത് സ്പെസിഫൈ ചെയ്തിട്ടോ മൈക്രോസ്കോപ്പിക് വഴി ഇന്ന ഫീവർ എന്നുള്ളതിന് അതേ ആൻറ്റിഡോട്ട് കൊടുക്കുന്ന മെത്തേഡോ അല്ല. ഞാനിത് ആ ഒരു മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് പചനം എന്ന രീതിയിലുള്ള ദഹനം കൂട്ടുന്ന തരം മരുന്നുകൾ, ചര്യകൾ അതാണ് വേണ്ടത്. അടുത്തത് നമ്മൾ ടൈം എടുത്ത് കാലം കൊണ്ട് തന്നെ 2-3 ദിവസങ്ങൾ കൊണ്ടാണ് നമുക്കിത് ഏത് തരം പനിയാണെന്ന് ബ്ലഡിലും മറ്റുള്ളതിലും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതിനുശേഷം തന്നെയാണ് മരുന്ന് കഴിക്കാൻ ആയുർവേദത്തിൽ പറയുന്നത്. ഇതൊരു സാധാരണ പനിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ വെയിറ്റ് ചെയ്ത് പിന്നെ പനിയുടെ അളവ് കൂട്ടാതെ നോക്കുക. നമ്മുടെ ശരീരം കൂടുതൽ ചൂട് പിടിപ്പിക്കാതിരിക്കാൻ ഐസ് വെച്ച് തണുപ്പിക്കുന്നതും ഇതുപോലുള്ള ഭക്ഷണം കുറക്കുന്നതും ലിക്വിഡ് ഫുഡിലേക്ക് മാറുന്നതും എളുപ്പത്തിൽ ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതും പനിയുടെ വലിയ ഘട്ടത്തിലേക്ക് മാറാതെ സൂക്ഷിക്കാൻ സഹായിക്കും. ഇതിനോടൊപ്പം നമ്മൾ റെസ്പിറേറ്ററി ട്രാക്കും കയറി പിടിക്കുന്നതും ന്യൂമോണിയ ആയി മാറാതിരിക്കാനുമെല്ലാം തുടക്കത്തിലുള്ള ഇത്തരം ചികിത്സകൾ സഹായിക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ തീർച്ചയായും കൂടുതൽ പനിയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടതാണ്. അതിനു മുമ്പ് തന്നെ പനി കൂടാതെ സൂക്ഷിക്കാനുള്ള മെത്തേഡുകളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ഇങ്ങനെ പനി സാധാരണ ഒരു പനിയാണെങ്കിൽ 4-5 ദിവസം കൊണ്ട് മാറേണ്ടതാണ്. വൈറൽ ഫീവർ ഒരു 7 ദിവസം കൊണ്ട് മാറേണ്ടതാണ്. ഇതിനു മുമ്പേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും പാരസെറ്റമോൾ അമിതമായിട്ട് കഴിക്കരുത്. ഡോക്ടർ നിർദ്ദേശപ്രകാരമാണെങ്കിൽ മാത്രം പാരസെറ്റമോൾ കഴിക്കാൻ പാടുള്ളൂ. ഏതാണ് പനി എന്നറിയാതെ ഇത്തരം മരുന്നുകൾ കഴിക്കുന്നതിലും നല്ലത് ആയുർവേദിക് മെഡിസിൻസിലുള്ള ആയുർവേദ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് സാധാരണ വൈറൽ ഫീവർ ആണെങ്കിൽ വയറിളക്കി കളയുക, അതാണ് അതിൻ്റെ ലാസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ കൂടുതലുള്ള മരുന്നുകൾ കഴിക്കുക, ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് 3 ദിവസം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പൂർണ്ണ വിശ്രമത്തോടെ 8 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റ് വിശ്രമമില്ലാതെ ജോലിക്കോ വേറെയുള്ള കാര്യങ്ങൾക്കോ പോവുകയാണെങ്കിൽ നല്ലൊരു ശതമാനം പനികളും ഇൻഫെക്ഷസ് ഫീവറായി ഹൈ ലെവൽ ഫീവറായി മാറാതിരിക്കാൻ സഹായിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഒരുപാട് പനിയുള്ള പേഷ്യൻസ് ഇവിടെ വരുന്നവരെല്ലാം സാധാരണ നിലക്ക് നല്ല റിസൾട്ടോട് കൂടിയിട്ട് പോവാറുണ്ട്. അത് ഇതുവരെയുള്ളതിൽ ഒന്നും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. ഡെങ്കു ഫീവറോ മറ്റൊന്നോ ആയി വരുന്ന പനികൾ എൻ്റെ അടുത്ത് വരാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇത്തരം മരുന്നുകൾ കൊടുക്കുമ്പോൾ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നത് കൊണ്ടായിരിക്കാം മറ്റ് ഈ അണുബാധ തുടക്കത്തിലുള്ളത് കൊണ്ട് ഉള്ളത് മാറുകയാണോ, അതോ ഈ അണുക്കൾ വൈറൽ ലോഡ് കൂടി റെസ്പിറേറ്ററി ട്രാക്കിനെയും മറ്റ് അവയവങ്ങളെയും കയറി പിടിക്കുന്നതിന് മുമ്പേ പനി മാറിപ്പോവുകയാണോ എന്ന് വ്യക്തമായിട്ട് പറയാൻ വയ്യ. പക്ഷെ പനിക്ക് വേണ്ടിയിട്ട് ഉള്ള ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യ ദിവസങ്ങളിലുള്ള ലൈറ്റായിട്ടുള്ള ഫുഡും
ഭക്ഷണം തന്നെ ഒഴിവാക്കുന്നതും അത് കഴിഞ്ഞ് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും അതും കഴിഞ്ഞ് ഒരു വിരേചനം, ഒരു ശോധന ചികിത്സ ചെയ്യുന്നതും. പക്ഷേ ഇതെല്ലാം പ്രഗത്ഭനായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ആയുർവേദത്തിലേക്ക് പോവുകയാണെങ്കിൽ അതെല്ലാം മോഡേൺ മെത്തേഡാണെങ്കിൽ അതിൻ്റെ മെത്തേഡ് വേറെയാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ പനിയുടെ കാരണങ്ങൾ അറിയാതെ എന്തെങ്കിലും മരുന്ന് കഴിച്ച് പോകരുതെന്നാണ്. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ ചികിത്സയിൽ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് കഞ്ഞിക്കുറുക്കല, അതുപോലെ തുളസി തുടങ്ങിയ മരുന്നുകൾ നേരെ അങ്ങ് തിളപ്പിച്ച് കുടിക്കലാണ്. ഒരിക്കലും അത് പാടില്ല. ഇതിൽ തുളസി എന്ന മരുന്നിനെ പറ്റിയിട്ട്, ചെടിയെ പറ്റിയിട്ട് പറയുന്നത് തന്നെ ജീർണജലത്തിൽ നിന്നാണ്. കുറേ ദിവസം പനിച്ചതിന് ശേഷം കൊടുക്കാവുന്ന ഒരു മരുന്നാണ്. തുടക്കത്തിൽ ഇൻഫെക്ഷസ് ഫീവർ ആണെങ്കിൽ ഒരു കാരണവശാലും തുളസി കൊണ്ട് മാറില്ല. അതിന് പകരം വയറ് കാലിയിട്ട് ഈ ഉപവാസം എന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ കൂടുതൽ മാറ്റമുണ്ടാവും. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു ചുക്ക്, കുരുമുളക്, ജീരകം തുടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ഞാനിത് പറയാത്തത് പനി ഇപ്പോഴത്തെ കാലത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഇതിലേതെങ്കിലും മരുന്ന് കഴിച്ച് ഡോക്ടർ ഒന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ആ മരുന്ന് കഴിച്ചു ഡോക്ടറെ അടുത്ത് പോയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാതിരിക്കാനാണ്. അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ട് ഉപസംഹരിച്ച് പറയാനുള്ളത്, പനി വന്നാൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണണം. നല്ല കഴിവുള്ള ആയുർവേദ ഡോക്ടറോ അതല്ലെങ്കിൽ മോഡേൺ ഡോക്ടർ ആയാലും നല്ല കഴിവുള്ള ഡോക്ടറെ കണ്ട് പനി ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഒരു കാരണവശാലും സ്വയം ചികിത്സയ്ക്ക് പോവുകയോ പാരസെറ്റമോളോ അതുപോലെയുള്ള ആയുർവേദത്തിലെ വെട്ടുമാറൽ, ഗോപിചന്ദനാദി തുടങ്ങിയ ഒരുപാട് ഗുളികകൾ, സുദർശനം, ത്രിഭുവന കീർത്തിരസം, ഇങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. ഈ മരുന്നുകളിലേക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ പോവുകയോ ചെയ്യരുത്. നമസ്കാരം.